ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരിൽ ഒരുപാട് യുവാക്കളുണ്ട്, എസ്പെഷ്യലി നമ്മുടെ കോൺഗ്രസിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും ഒരുപാട് പുതു ജനറേഷനെ അത് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, പെട്ടെന്ന് അടുക്കാൻ പറ്റുന്നു. എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത്? ഇതുപോലെയുള്ള നമ്മുടെ സൗഹൃദ വലയം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ട്. ഞാൻ പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാർ പഴയ തലമുറയിലെ അത്രയും സഹനം സഹിച്ചു വന്നിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് കുറെ കൂടി വിശാലമായി കണ്ടിരുന്ന നേതാക്കന്മാരും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പുതിയ തലമുറയിൽ പെട്ട രാഷ്ട്രീയക്കാർ പെട്ടെന്ന് റിസൾട്ട് വേണം എന്നുള്ളൊരു രീതിയിലുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ കാലഘട്ടം മാറി. തീർച്ചയായിട്ടും കുറെ കൂടി ന്യൂജനാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? ഞാൻ സോഷ്യൽ മീഡിയ വളരെ പിന്നോക്കാണ്. ഓക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെ സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു വലിയ ഇൻഫ്ലുവൻസിങ് പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ പല സോഷ്യൽ മീഡിയയിലെ യോദ്ധാക്കളും ഫീൽഡിൽ വരുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് വോട്ട് ചെയ്യാൻ പോലും വരാത്ത സോഷ്യൽ മീഡിയ ഫൈറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സോഷ്യൽ മീഡിയ മോശമാണെന്നല്ല, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ തുടക്കം മുതൽ എൻ്റെ ഒരു കുറവായിരിക്കാം, ഞാൻ വളരെ പിന്നിലാണ്.